ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെസിറ്റേൽ മൈ ഡ്രീം വേൾഡ്. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാന്താക്ലോസിൻ്റെ കേപ്പാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പാണ്. നമുക്കുള്ള കേപ്പ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ആ ഒരു ഷേപ്പ് പാറ്റേൺ ആയിട്ട് ചാർട്ടിൽ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഹെഡ് റൗണ്ട് എന്ന് പറയുന്നത് 21 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി വിട്ടുള്ള പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെയും പകുതി അതിൻ്റെ സെൻറ്റർ നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. അപ്പോൾ എനിക്ക് 5.5 വന്നത്. അതിനുശേഷം നമ്മളൊരു 2 സൈഡും അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളൊരു ട്രയാങ്കിൾ ആകൃതിയിൽ ഇതുപോലൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ സാന്താക്ലോസ് ക്യാപ്പിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ തുണിയുടെ പുറത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ വെൽവെറ്റ് ക്ലോത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ ഞാൻ 2ആയിട്ട് മടക്കിയിടുന്നുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് നേരെ വെക്കുവാണെങ്കിൽ 2 സൈഡും സ്റ്റിച്ച് വരും. അതുകൊണ്ട് ഞാൻ മടക്ക് വന്ന ഭാഗത്തോട്ട് ചരിച്ച് വെക്കുവാണ്. അപ്പം നമുക്ക് ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് വരത്തുള്ളൂ. ഞാൻ കട്ട് ചെയ്തതിൽ എനിക്ക് ലെങ്ത് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ താഴ്ത്തിയാണ് അത് വെച്ചിട്ട് പാറ്റേൺ വെച്ചിട്ട് വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മുടെ താഴ്ഭാഗത്ത് അളവിന് വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളിതുപോലെ ഒന്ന് വീതി കൂട്ടിയിട്ട് വരച്ചു കൊടുക്കണം. വെൽവെറ്റ് ക്ലോത്തിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്പ് നല്ല ഷൈനി ആയിരിക്കും. നമ്മുടെ ഒറിജിനൽ സാന്താക്ലോസിൻ്റെ ക്യാപ്പ് പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ താഴ്ഭാഗം ആ 11 ഇഞ്ച് അളവെടുത്ത ഭാഗത്ത് നമുക്ക് ഉള്ളിലോട്ടൊന്ന് ഒരു മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സാന്താക്ലോസിൻ്റെ ക്യാപ്പിൽ ആ വൈറ്റ് ഭാഗത്തിനായിട്ട് ഞാൻ ഫർ ക്ലോത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു 2 ഇഞ്ച് അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഞാനിത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് B7000ൻ്റെ ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. ഫാബ്രിക്കൊക്കെ ഒട്ടിക്കാനായിട്ട് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ അതാണ്. ഫുൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കതിന് അതിൻ്റെ ചീത്ത ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചീത്ത ഭാഗത്ത് വെച്ചിട്ട് അതവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ നല്ല ഭാഗത്തോട്ട് മറിച്ചെടുക്കാം. അതിൻ്റെ ടോപ്പിൽ നമുക്ക് നല്ല കൂർത്തിട്ട് വരത്തില്ല. അപ്പോൾ ഒരു കത്രിക ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂർത്ത എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അവിടെ കറക്റ്റാക്കി ചെയ്തെടുക്കാം. ആ ഭാഗത്ത് നമുക്കൊരു തൊങ്ങൽ പോലെ നിൽക്കണമുണ്ട്. അതുകൊണ്ട് അത് മാറാനായിട്ട് അതവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്തത് ആ 2 ഇഞ്ചിൻ്റെ പോർഷൻ തന്നെയാണ്. അതിനൊന്ന് 2ആയിട്ട് മടക്കി വെച്ച് ഒരു സർക്കിൾ ഷേപ്പ് അവിടെ ആ ബോൾ പോലത്തെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അതൊന്ന് ചെയ്തെടുക്കാം. അതിനെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ എക്സസ് ആയിട്ട് കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ കുറച്ച് പോർഷൻ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ആ പോർഷൻ ഉപയോഗിച്ച് നമുക്കതിനെ തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറക്റ്റായിട്ട് അതെല്ലാം ആ ഒരു ഷേപ്പിന് വരാൻ കണക്കിന് കത്രിക ഉപയോഗിച്ച് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ച് തുണിയാണെങ്കിൽ തുണി ഞാനിവിടെ കുറച്ച് പഞ്ഞിയാണ് അതിനുള്ളിലോട്ട് നല്ല ബോൾ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ബോൾ ഷേപ്പിൻ്റെ വരമ്പ് നമ്മൾ തയ്ക്കാതെ വിട്ടിട്ടുള്ള വരമ്പ് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ഒരു സൂചി നൂല് ഉപയോഗിച്ച് നമ്മുടെ ആ കൂർത്ത ഭാഗം ആ ബോളിനുള്ളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യണം. ഇതിന് മെഷീൻ തന്നെ വേണമെന്നില്ല. സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് കൈകൊണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് തന്നെ നല്ലപോലെ ടൈറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ക്രിസ്മസ് ഡെക്കറേറ്റീവ് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാം.
അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാന്താക്ലോസ് ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ സാന്താക്ലോസ് ക്യാപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.